ഈ ഒരു വിഷയം നിങ്ങളെ ധരിപ്പിക്കുക എന്നുള്ള ഒറ്റ ലക്ഷ്യം മാത്രമേ എനിക്ക് ഇവിടെ ഉണ്ടായിട്ടുള്ളൂ. ഇവിടെ പോയി കൂടിയിരിക്കുന്ന പല ആളുകൾക്കും സത്യം എന്താണെന്ന് അറിയില്ല. ഇവരൊക്കെ ഞാൻ പോകുമ്പോൾ ഇനി സുഹൃത്തുക്കളെ, 2 വീഡിയോ എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടു. അതിലെ ഒരു വീഡിയോ ആണ് കേട്ടോ, എന്തൊരു കാലമാണിത്, പണ്ഡിതന്മാർക്ക് പോലും രക്ഷയില്ല ഒരു ഉസ്താദ് ഇങ്ങനെ പറയുന്നുണ്ട്. സത്യത്തിൽ വളരെയധികം വേദന തോന്നിപ്പോയി. എന്തായാലും ആ ഉസ്താദിനെ ആ മഹലിൽ നിന്നും പുറത്താക്കാനുള്ള ഒരു നടപടിയാണെന്ന് തോന്നുന്നുണ്ട്. അപ്പൊ അതിന്റെ ഭാഗമായിട്ട് അയാൾ പ്രതികരിക്കണം. നോക്കി നിങ്ങൾ, അത് അദ്ദേഹം പൊതുസമൂഹത്തിന് മുന്നിൽ പറയാം. അവസാനം ആ ഉസ്താദ് കരയുന്ന ഒരു രംഗണ്ടത്. വളരെയധികം വേദന തോന്നിപ്പോയി. മറ്റു മഹലുകളൊന്നും ജോലി കിട്ടി വരില്ല, ശരി, സമ്മതിച്ചു. എങ്കിലും ഈ ഒരു തെറ്റിനെ തെറ്റായിട്ട് തന്നെ ഞാൻ ഇവിടെ ചൂണ്ടിക്കാണിക്കും. അതുകൊണ്ട് തന്നെ പ്രിയമുള്ള വിശ്വാസികളെ, നമ്മൾ ദീനിയായ കാര്യങ്ങൾ വിധിച്ചവരാണ്, ദീനിൽ വിശ്വസിക്കുന്നവരാണ്, ദീനനുസരിച്ച് ജീവിക്കുമെന്ന് പ്രതിജ്ഞ ചെയ്തവരാണ്. അതുകൊണ്ട് തന്നെ ആ ദീനെ മുറുകെ പിടിക്കാൻ നമ്മൾ എല്ലാവരും തയ്യാറാണ്. അതുകൊണ്ട് എന്റെ വാക്കിൽ നിന്നോ പ്രവർത്തിയിൽ നിന്നോ ആർക്കെങ്കിലും എന്തെങ്കിലും മോശമോ ബുദ്ധിമുട്ടോ ഉണ്ടായിട്ടുണ്ടെങ്കിൽ നിങ്ങൾ എല്ലാവരും പൊരുത്തപ്പെട്ട് തരണമെന്നും എന്റെ കുടുംബത്തിനും എനിക്കും വേണ്ടി ദുആ ചെയ്യണമെന്നും എന്റെ മക്കൾ പട്ടിണിയാവാതിരിക്കാൻ വേണ്ടി ഒരു മതം പഠിച്ച, മതം മറ്റുള്ളവരെ പഠിപ്പിക്കുന്ന ഒരു ഉസ്താദിന്റെ ഒരു വേദന നിറഞ്ഞ ഒരു സംസാരമാണ് കേട്ടത്. നമ്മൾ അവസാനം അദ്ദേഹം കരയുന്ന രംഗം നമ്മൾ കണ്ടു. എന്തിനു വേണ്ടിയിട്ടാണ് അദ്ദേഹത്തെ ഈ രീതിയിൽ കഷ്ടപ്പെടുത്തിയത് നമുക്കറിയില്ല കേട്ടോ. ഇനി മറ്റൊരു വീഡിയോ കൂടി ഞാൻ നിങ്ങളെ കാണിച്ചു തരാം. ഫോൺ നോക്ക്, മുനീർ അങ്ങനെ എവിടെയും ഓടി വരുന്നതാണെന്നല്ല ഈ ആവർത്തനം നിന്നോട് പറയണ്ട. ഞാൻ 10:13 ഇവിടെ കയറി വന്നിട്ട് ഇയാളെ വിളിച്ചു നോക്കി. നിങ്ങൾ ഇത് നോക്കണം, ഞാനാണോ തെറ്റാരൻ അല്ലെങ്കിൽ ഇവിടെ വേറെയുള്ളവരാണോ തെറ്റാരെന്ന് പറയണോ? നിങ്ങൾ വീഡിയോ പിടിച്ചോളി. ഹലോ, ഒരു ഉസ്താദിനെ തന്റെ വീഡിയോ പിടിച്ചെന്നുള്ള ഒരു കാരണം പറഞ്ഞിട്ട്, വീഡിയോ പിടിച്ചാൽ അത്രമാത്രത്തില് അയാളെ സമ്മതിച്ചാൽ എനിക്ക് വേറെ പല കാര്യങ്ങളുണ്ട്. എന്തിനാണ് ഈ ഒരു ഉസ്താദ് എന്നുള്ള ഒരൊറ്റ കാരണത്താലാണ് ഉസ്താദിനെ അടിക്കുന്നത്. മറ്റുള്ളവരെ തച്ചാൽ വിവരം അറിയും, അപ്പൊ ഉസ്താദുമാരെ തല്ല. ഇങ്ങനെ തല്ലുകൊള്ളാൻ വിധിക്കപ്പെട്ട ഒരുപാട് ഉസ്താദുമാരുണ്ട്. ഈ വീഡിയോ കണ്ടപ്പോൾ ഞാൻ ഒരുപാട് ദിവസമായിരിക്കും വീഡിയോ ചെയ്തിട്ട്, ഈ 2 വീഡിയോകൾ ഇങ്ങനെ കണ്ടപ്പോഴേ വീഡിയോ ചെയ്യണമെന്ന് തോന്നിയതുകൊണ്ട് തന്നെയാണ് ഇങ്ങനെ ഇരുന്നത്. ഇനി ആ വീഡിയോ ചെയ്ത വ്യക്തി ആരാണോ എന്താണെന്ന് എനിക്കറിഞ്ഞില്ല ഈ വീഡിയോ കണ്ടപ്പോൾ. പിന്നീട് ആ വീഡിയോക്ക് താഴെ തന്നെ അതിന്റെ കമന്റ് ബോക്സ് നോക്കിയപ്പോഴാണ് സുപ്രഭാതത്തിന്റെ ഒരു പോസ്റ്റർ അതിൽ ഞാൻ കാണാനുണ്ടായത്. ഇതാണത്. സുപ്രഭാതം സ്ഥാപനത്തിൽ അതിക്രമിച്ചു കയറി ജീവനക്കാരനെ മർദ്ദിച്ചതായി പരാതി. പാക്കേരി ശിഹാബ് തങ്ങൾ അക്കാദമിയിൽ അതിക്രമിച്ചു കയറി ജീവനക്കാരനെ മധ്യവയസ്കൻ മർദ്ദിച്ചതായി പരാതി. SKSSF സുൽത്താൻ ബത്തേരി താലൂക്ക് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ വാക്കേരിയിൽ പ്രവർത്തിക്കുന്ന അക്കാദമിയുടെ ഓഫീസിൽ അതിക്രമിച്ചു കയറിയാണ് മുസ്ലിം ലീഗ് മണ്ഡലം സെക്രട്ടറി കൂടിയായ CP മുനീർ ജീവനക്കാരനും SKSSF വൈസ് മേഖലാ കമ്മിറ്റിയുമായി ജയപ്രദ ആക്രമിച്ചത്. സത്യത്തില് രണ്ടും ഒരു ഉസ്താദുമാരാണ്. നമ്മൾ ആദ്യം കാണിച്ചത് ഒരു ഉസ്താദിനെ ഒരു മഹലിൽ നിന്ന് പുറത്താക്കുന്ന ഒരു ദയനീയ രംഗം അദ്ദേഹം പറയാം. ഇവിടെ ഒരു ഉസ്താദിനെ അടി കിട്ടും, അതും സമസ്ത EK വിഭാഗത്തിന്റെ SKSSF കീഴിലുള്ള ഒരു സ്ഥാപനത്തിൽ. ഈ തല്ലുന്ന വ്യക്തി ആരാണ്? സുപ്രഭാതം പറയുന്നത് ഞാനല്ല, മുസ്ലിം ലീഗ് മണ്ഡലം സെക്രട്ടറി ആയിരിക്കുന്ന CP മുനീറാണ് ആ രീതിയിൽ ഇയാൾ അടിക്കുന്നത്. റിസൾട്ട് ഇങ്ങനെ അറിയാൻ നിൽക്കുന്ന ഒരു സാഹചര്യത്തിലാണ്. അപ്പൊ ഞാൻ ഈ കമന്റ് ബോക്സുകളിൽ വെറുതെ ഒന്നിങ്ങനെ നോക്കിയതാണ്, ഈ വീഡിയോക്ക് താഴെ കമന്റ് ബോക്സിൽ. അപ്പൊ ആദ്യം ഞാൻ കണ്ടൊരു കമന്റാണ് ഈ കാണുന്നത്. 10 വർഷമായിട്ട് ഒരു മദ്രസയും പൂട്ടിയിട്ടില്ല, ഒരു ഉസ്താദിനും അടി കിട്ടിയിട്ടില്ല, ഭരണം കിട്ടുന്ന ഉറപ്പായിട്ടില്ല, അതിന്റെ മുമ്പ് തുടങ്ങി എന്നെഴുതിയിട്ടൊരു ഡാഷ് ഇട്ടുണ്ട്. ഇനി അത് മാത്രമൊന്നുമല്ല, ഈ കമന്റ് ബോക്സിൽ ഞാൻ വെറുതെ കുറച്ച് നോക്കിയപ്പോഴേ ഒരുപാട് പേരെന്താ എഴുതിക്കറിയാലോ, ഉസ്താദിന് അടി കിട്ടണമെന്ന്. അയാൾ ചെയ്തതിനെ ന്യായീകരിക്കാണ് ഒരുപാട് പേര് ചെയ്യുന്നത്. വെറുതെ കമന്റ് ബോക്സിൽ ഇങ്ങനെ നോക്കുമ്പോൾ കാണാം പല കമന്റുകളുണ്ട്. ഇനി ഭരണം കിട്ടിയാൽ ഈ മൂലിക നാട്ടിൽ കുട്ടിച്ചോറാക്കും ഒരു കമന്റാണ്. കിട്ടേണ്ടവർക്ക് കിട്ടേണ്ട സമയത്ത് തന്നെ കിട്ടണം, അതാണ് വേറൊരു കമന്റ്. ഒരാളതിനെ സപ്പോർട്ട് ചെയ്തിരിക്കണം, ഉസ്താദിനെ തച്ചതിനെ സപ്പോർട്ട് ചെയ്യാൻ കിട്ടേണ്ടതാണ്, സമയത്ത് കിട്ടണം എന്ന് നോക്കുങ്ങൾ. പിന്നെ മൂരിക്കെന്തതായി പിന്നെ പല ഭാഗങ്ങളുണ്ട്, പല കമന്റുകളുണ്ട്. ഉസ്താദിനെ സപ്പോർട്ട് ചെയ്തിട്ടുള്ള കമന്റുകളുണ്ട്, മൂരിനെ തെറി വിളിച്ചിട്ടുള്ള കമന്റുകളുണ്ട്, അതുപോലെ തന്നെ മൂരിനെ പിന്തുണച്ച് ഉസ്താദിനെ തെറി വിളിച്ച കമന്റ് ഒക്കെ ഇതിൽ കാണാം. ഇനി വേറൊരു കമന്റ് നോക്കാം നിങ്ങൾ, മൂല്യമാർക്ക് അടിയുടെ കുറവുണ്ട്. നോക്കണം നിങ്ങൾ, 2 കിട്ടാത്ത കമ്മി നല്ല വണ്ണമുണ്ട്. ഇതൊക്കെ മുസ്ലിം പ്രൊഫൈലിലാട്ടോ എഴുതുന്നത്. ഉസ്താദിനെ തച്ചതിൽ എന്താണ് അത് അടിയുടെ കുറവാണ്. കാരണങ്ങളൊന്നും ഇവർക്ക് അറിയേണ്ട ആവശ്യമൊന്നുമില്ല. ഒരു തല്ല് കാണുമ്പോഴേക്ക് അത് അതിനങ്ങോട്ട് പുകഴ്ത്തിക്കൊണ്ടാണ് ഇത്. കമന്റുകൾ നിൽക്കുന്നില്ല, ഒരുപാട് കമന്റുകളുണ്ട്. അതിലിങ്ങനെ വന്നിട്ട് ഷജറകൾക്ക് അടി കിട്ടി തുടങ്ങി നോക്കി നിങ്ങൾ. വേറെ ഉണ്ട് കമന്റുകൾ ഇങ്ങനെ പോകുന്ന കമന്റ്. അപ്പോ ഈ ഷജറകൾക്കാണ് ഇപ്പൊ അടി കിട്ടുന്നത്. അവിടെയാണ് നമ്മളെ പോയിന്റ്.
ഈ 89 കാലഘട്ടങ്ങളിലെ ഇതേപോലെ ഒരുപാട് അടി കിട്ടിയ ഒരു വിഭാഗമാണ് AP വിഭാഗം അല്ലെ. അന്ന് AP വിഭാഗത്തിൽ ഉസ്താദുമാർക്ക് ഒരുപാട് ഭാഗത്ത് അടി കിട്ടിയിട്ടുണ്ട്. ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടായിട്ട് നമുക്കറിയാലോ. കുണ്ടൂർ ഉസ്താദിന്റെ മകൻ കുഞ്ഞുവിനെ പോലും മക വരുത്തി അല്ലെ. എന്തായിരുന്നു കാരണം? അദ്ദേഹം ഇടതുപക്ഷക്കാരനൊന്നും ആയിരുന്നില്ല, ഒരു കോൺഗ്രസിന്റെ പ്രവർത്തനമായിരുന്നു അത്രേ. എന്നിട്ട് പോലും വെറുതെ വിട്ടില്ല. എന്താ ഒരൊറ്റ കാരണത്താല്? AP വിഭാഗക്കാരനായി എന്നുള്ള ഒറ്റ കാരണത്താൽ. അപ്പൊ ഇപ്പൊ ഷജറകൾക്ക് കിട്ടി തുടങ്ങിയെന്ന് എഴുതിയിട്ടുള്ളത്. എന്തിനാണ് ഈ ഷജറകൾക്ക് അടി കിട്ടുന്നത്? അതിനെക്കുറിച്ച് നമ്മളൊന്ന് ചിന്തിക്കുക, ഒന്ന് വിലയിരുത്തുക. ഷജറകൾ ഇവിടെ എന്ത് തെറ്റേ ചെയ്തത്? എനിക്ക് ഒരുപാട് ചിന്തിച്ചിട്ട് ഒരു പിടുത്തം കിട്ടാത്ത ഒരു കാര്യമാണ്. ഷജറകൾ ഇവിടെ ഇപ്പോൾ കുറച്ചു കാലങ്ങളായിട്ട് എന്ത് തെറ്റാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്? എനിക്കിവിടെ പറയാനുള്ളത്, ഇപ്പൊ ഒരുപാട് സ്ഥാപനങ്ങളുണ്ട്. ഒരു രാഷ്ട്രീയ പാർട്ടിന്റെ പിന്നാലേക്കാണ് ഒരുപാട് സ്ഥാപനങ്ങൾ നമുക്ക് കാണാമല്ലോ. അതിലെ പ്രധാനപ്പെട്ട വ്യക്തികളായിരിക്കും ഇതിന്റെയും ആളുകൾ. അപ്പോൾ അത്തരം ആളുകൾക്കെതിരെ ഒന്നും പറയാൻ പറ്റാത്തൊരവസ്ഥയിലേക്കാണ് കാര്യങ്ങൾ നീങ്ങിക്കൊണ്ടിരിക്കുന്നത്. AP വിഭാഗത്തിന്റെ സ്ഥാപനങ്ങളുടെ കാര്യമല്ല കേട്ടോ പറയുന്നത്. അവർക്കൊക്കെ സ്വന്തം അസ്തിത്വമായി, അവർക്ക് ആരുടെയും പിന്നെ കാൽക്കൽ നിൽക്കേണ്ട ഒരു ഗതികളിലല്ല ഇപ്പോൾ അവരുള്ളത്. അവർക്ക് സ്വന്തം സ്വന്തം സ്ഥാപനങ്ങൾ. മറ്റേത് അങ്ങനെ ആവില്ല. മറ്റേതൊരു കമ്മിറ്റി ഉണ്ടെങ്കിൽ ഒരു ലീഗിന്റെ പ്രധാനപ്പെട്ട വ്യക്തിയായിരിക്കും, അവരായിരിക്കും എല്ലാ കാര്യങ്ങളും കൈകാര്യം ചെയ്യുക. ഇവരെ കുറച്ച് തനി കെട്ടിയ മുസ്ലിംമാരെന്ന് പറയുന്ന ആൾക്കാർ അവരുടെ അടിമപ്പണി എടുത്തുകൊണ്ട് അവർക്ക് താഴെ ഇങ്ങനെ കൂടണം. അവരെന്താണ് പറയുന്നത് അതിനനുസരിച്ച് നിൽക്കുക, അവർക്ക് പത്ത് വെച്ച് കൊടുക്കുക. ഇങ്ങനെങ്കിലും നിന്നാൽ അവർക്ക് വലിയ ഹൈറുള്ള കാര്യം, അത്ര അവർക്ക് സന്തോഷമുള്ള കാര്യം മറ്റൊന്നുമില്ല. അവിടെ അവർക്ക് സംസാരിക്കാൻ പറ്റൂല, ദീനിനെതിരെ എന്തെങ്കിലും കണ്ടാലും ഉണ്ടാൻ പറ്റൂല. ഇങ്ങനെ അവർക്ക് ഇങ്ങനെ ഒപ്പം പോകണം. ഇപ്പൊ അതിൽ നിന്ന് വ്യത്യസ്തമായിട്ടുള്ള കാര്യങ്ങളാണ് വന്നുകൊണ്ടിരിക്കുന്നത്. എന്തുവേണം, മഹല് കൂടെ ഈ രീതിയിലേക്ക് എത്തണം. അപ്പൊ കാലുമാർ കൂടി രാഷ്ട്രീയ നേതാക്കന്മാരാണ്. ഇവിടെ രാഷ്ട്രീയക്കാരെന്ത് പറയുന്നു അതിനനുസരിച്ച് കാര്യങ്ങൾ നീക്കുപോക്ക് നടത്തണം. നമ്മളെ സുന്നികളെ രണ്ട് വിധമാക്കി മാറ്റി. ആദ്യം അതിന്റെ പിന്നിൽ പ്രവർത്തിച്ചത് വഹാബികളാണ്. അവരുടെ ലക്ഷ്യം പിന്നെ പൂവണിയും അല്ലെ. സുന്നികൾ പരസ്പരം പലയിടത്തും തമ്മിൽ തന്നെ. അപ്പോ ഇവര് ഒരുപാട് പ്രവർത്തനങ്ങൾ കാഴ്ചവെച്ചപ്പോൾ സുന്നികളിൽ ഒരു വിഭാഗം വളരെയധികം മുന്നേറ്റം ഉണ്ടാക്കാൻ ശ്രമിച്ചു. മറ്റൊരു വിഭാഗത്തിന് സംഭവിച്ചത് എന്താ വെച്ചാൽ, ഒരു രാഷ്ട്രീയ പാർട്ടി അടിയിൽ കിടന്നുകൊണ്ട് അവർക്ക് കീഴ്പ്പെട്ടുകൊണ്ട് വല്ലാതെ പ്രയാസപ്പെട്ടു. പിന്നീട് അവർക്ക് കുറച്ച് കാലങ്ങളായിട്ട് കുറച്ച് ആളുകൾക്ക് വന്ന ഒരു മാറ്റം, അത് ഈ ജിഫ്രി മുത്തുക്കോയ തങ്ങൾ സംശയിക്ക വിഭാഗത്തിൽ വന്നു കൂടിയിട്ടാണ്. പിന്നെ അതുപോലെ സുന്നികളൊക്കെ സുന്നിസം എന്താണെന്ന് അവർ അന്നാ പഠിച്ചെന്നൊക്കെ തോന്നുന്നത്. അപ്പോ ഷജറകൾ എന്നുള്ള ഒരു വിഭാഗം തന്നെ അതിൽ പിന്നെ പ്രത്യക്ഷപ്പെട്ടു. അവർ ആദർശം പറിച്ചു തുടങ്ങിയപ്പോൾ കുറെ ആൾക്കാർ സുഹാബി എന്ന് പറഞ്ഞൊരു വിഭാഗം, അതില് അവർക്ക് ആദർശമൊന്നും പറ്റൂല. അവർക്ക് എല്ലാവരും വേണം, നമ്മൾ ആ സമസ്ത EK വിഭാഗം എങ്ങനെ പോയെന്നത് ആ രീതിയിൽ പോയാൽ മതി എന്നുള്ള രീതിയിൽ അവരങ്ങനെ രാഷ്ട്രീയക്കാർ പറയുന്നത് കേട്ട് കുറച്ച് വിഭാഗം. എന്തായാലും ഇനിയും ഉസ്താദുമാർക്കുള്ള ഈ തല്ല് കുറവൊന്നും വരുന്നിട്ട് തോന്നുന്നില്ല കേട്ടോ. ഈ രീതിയിൽ പോകാൻ വെച്ചാൽ എന്താ റിസൾട്ട് എറിഞ്ഞു കഴിഞ്ഞാൽ ബാക്കി നമുക്ക് കാണാൻ പറ്റും. പണ്ഡിതന്മാരെ കൈവെക്കുന്നൊരു വിഭാഗം. ഓക്കെ, സാധാരണക്കാരെ പോലും ഇത്രക്കാർ കൈവെക്കാൻ തന്നെ ഇവർക്ക് കഴിയില്ല. ഇവരുടെ അഹങ്കാരം എന്താ അറിയാമോ? ഇത്ര കാലം നമ്മളും കൊടുത്തത് കൊണ്ട് ജീവിക്കുന്ന ആളുകളാണ് ഈ മൂല്യന്മാർ എന്നുള്ളതാണ്. അങ്ങനെയല്ല, മൂല്യന്മാർ ശരിക്ക് ആ മഹലിൽ ജോലി ചെയ്തുകൊണ്ട് അവർക്ക് വരുമാനം ഉണ്ടാക്കാം. ഇവർ മനസ്സിലാക്കുന്ന എന്താണ്, മൂല്യന്മാര് നമ്മളത് കൊടുത്തത് അതുകൊണ്ട് ജീവിച്ചു പോകുന്ന ആളുകളെന്നാണ്. അവരവരുടെ ശമ്പളമാണ് മേടിക്കുന്നത്. ശമ്പളം മേടിച്ച് അതുകൊണ്ടാണ് ജീവിച്ചു പോകുന്നത്. അല്ലെങ്കിൽ ഹദിയായിട്ട് ആളുകൾ കൊടുക്കും, അതുകൊണ്ടൊക്കെയാണ് അവർ ജീവിച്ചു പോകുന്നത്. എന്നിട്ട് ആ ഒരൊറ്റ കാരണത്താൽ അവരെ തച്ചാൽ ഇവിടെ ഒന്നും പറ്റൂല എന്നുള്ള നിലയിൽ കുറച്ച് ആളുകൾ നോക്കണങ്ങൾ. ഇത്തരം ആളുകളെ മാതൃകപരമായി ശിക്ഷിക്കുക തന്നെ വേണം. ഇപ്പൊ ഇങ്ങനെ വരുമ്പോൾ വേറൊരു കാര്യമുണ്ട്, ഇയാളെ ശിക്ഷിക്കൊന്നുമില്ല, ഇയാൾക്കൊക്കെ 100% സംരക്ഷണം കൊടുക്കും. മുമ്പ് കാലങ്ങളിൽ നമ്മൾ കണ്ടാണല്ലോ അല്ലേ, 89 കാലഘട്ടത്തിന്റെ അവിടെ നിന്നുള്ള ചരിത്രങ്ങളൊക്കെ ഇങ്ങനെ കേട്ട് നോക്കുമ്പോൾ തന്നെ നമുക്ക് അറിയാൻ പറ്റും. ഇപ്പോൾ അത് ഷജറ വിഭാഗം അനുഭവിക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ. എന്തായാലും അവര് അനുഭവിക്കാൻ വിധിക്കപ്പെട്ടവരാണ്. ഉപ്പം തിന്നവൻ വെള്ളം കുടിക്കുന്നതാണല്ലോ പറഞ്ഞിട്ടുള്ളത്. എന്തായാലും നമുക്കെല്ലാം കാത്തിരുന്ന് വീണ്ടും കാണാം.